അങ്ങനെ വടകുറുമ്പ പൂരത്തിന് കൊടികേറി. ഇനി 10 ദിവസം പൊടി പൂരാ. അല്ല നേതാവേ, പത്രത്തില് വല്ല കോളും ഉണ്ടാ? ചേട്ടനല്ലേ കോള്. പൂരം അങ്ങ് തുടങ്ങിയില്ലേ? അതൊക്കെ പണ്ടത്തെ പൂരം. ഇപ്പൊ എന്നാ കോള്? ആ കാലമൊക്കെ പോയില്ലേ? രാഘവേട്ടോ, ഇന്ന് പാലല്പം കുറവാ. ക്ടാവ് അങ്ങോട്ട് കുടിച്ചു. ക്ടാവ് കുടിച്ചോ അതോ നീ കുടിച്ചോ? ആഹാ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന നേതാവ്. അല്ല, ഇന്നലെ ഡൽഹിക്ക് പോണെന്നും പറഞ്ഞ് 8:15 തങ്കമണി ബസിന്റെ പുറകെ ഓർഡർ ഉണ്ടായിരുന്നല്ല. എന്നിട്ട് എന്താ പോയില്ലേ? പോയില്ല. നമ്മുടെ കാവിലെ പൂരം കാരണം സോണി ചെല്ലണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ പൊങ്ങച്ചം പറയുന്ന ഒരു മെമ്പർ ആ പഞ്ചായത്ത് പൈപ്പ് ഒന്ന് പൊട്ടി നന്നാക്കി തരാൻ പറഞ്ഞിട്ട് ഇതുവരെ നന്നാക്കിയോ മെമ്പറെ? ദേ മറിയേ, ഞാനൊരു മെമ്പറാ, അല്ലാതെ പ്ലംബർ അല്ല. രാഘവേട്ടാ, അതിമനോഹരമായ ഒരു ഗ്ലാസിൽ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് സംശുദ്ധമായ പാലും ചേർത്ത് സമാസമം പഞ്ചസാരയും തേയിലയും ഒഴിച്ച് അധികം പതപ്പിക്കാതെ ഒരു ഗ്ലാസ്, ഒരൊറ്റ ഗ്ലാസ്. നിനക്കൊരു ഗ്ലാസ് ചായ വേണം? അതെ. എന്നാ പിന്നെ മര്യാദക്ക് പറഞ്ഞാ പോരെ എന്റെ രമണ. അല്ല പിന്നെ പുട്ടുണ്ടല്ലോ. കോഴിണ്ടാ? ഉണ്ടെന്നേ. എന്നാ പുട്ടെടുത്താ കോഴിക്കിട്ട് കേട്ടോ. ഞാനിപ്പോ അല്ല പിന്നെ ഇവന്റെ ഓരോ കാര്യം. അതൊക്കെ പോട്ടെ രമണ. അല്ല രമണ, നമ്മുടെ കാവിലെ പൂരായിട്ട് നിന്റെ കഥയൊന്നുമില്ലേ? അതങ്ങനെയാ ചേട്ടാ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ ചേട്ടാ. എന്റെ പഴം. അത് മുറ്റത്തെ മുല്ലക്ക് മണമില്ലാഞ്ഞിട്ടല്ല, ഇവന്റെ കഥക്കൊരു ഗുണമില്ലാഞ്ഞിട്ടാ. നിന്റെ അതിമനോഹരമായ ചായ. ഇതാ മറിയ സ്പെഷ്യൽ. അല്ല രമണ, ഞാൻ ഇതുവരെ നിന്റെ കഥയൊന്നും കേട്ടിട്ടില്ലല്ലോ. അത് പിന്നെ ഈ പഞ്ചായത്തിൽ ആരും തന്നെ കേട്ടിട്ടില്ലല്ലോ. പതിയെ കുടിക്കണ്ട രമണ, വേണമെങ്കിൽ ഇനിയും തരാം. അല്ലട രമണ, സത്യത്തിൽ നീ കാതികം തന്നെയാണോ? അരുത് ചേട്ടാ, അരുത്. ശവത്തിൽ കുത്തരുത്. ഇല്ല ഇല്ല, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. രാഘവേട്ടാ, ഊണ് കഴിഞ്ഞോ? ഊണ് വേണോ? വേണ്ട, ബോർഡ് മതി. കൊണ്ടുക്കോ. പക്ഷെ നാളെ ഉച്ചയ്ക്ക് മുമ്പ് കൊണ്ടുവരണോ? അല്ല, നിനക്ക് എന്തിനാണ് രമണ ഈ ഊണ് റെഡി എന്നുള്ള ബോർഡ്? ചേച്ചേ, അത് പിന്നെ ഞാനും രാഘവേട്ടനും തമ്മിലുള്ള ബന്ധം. എന്ത് ബന്ധം? കടയും കഥയും തമ്മിലുള്ള ബന്ധം. കടയും കഥയും തമ്മിലുള്ള ബന്ധം. ഇത് കട, കഥ, കട, കഥ, കട, കഥ. എല്ലാവരും ഇറങ്ങിക്കോ, ഞാൻ കടപൂട്ടാൻ പോവാ. വേണ്ട. ഇന്നെന്താ നേരത്തെ കട കിടക്കണത്? എന്റെ നേതാവൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഇന്ന് നമ്മുടെ കാവിലെ ഉത്സവത്തിന് കഥകൾ നടത്താൻ പോണത് ആരാ? കലാഭവൻ കുഞ്ഞിക്കുട്ടൻ. കലാഭവനോ? കലാമണ്ഡലം കുഞ്ഞിക്കുട്ടൻ. ഞാനും പുള്ളിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയോ നേതാവിന്? ഇല്ല. ഞാൻ ചെന്നാലേ പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങൂ. പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ കഥകളി നടക്കൂ. അതെ, എങ്കിലും ഈ വിദ്വാനെ ഞങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടണോ? എന്റെ കൂടെ പോന്നോളൂ, വരൂ. നിർത്ത. എന്താ കുട്ടിയെ? രണ്ടും കൂടെ പറ്റണില്ല. രണ്ടും കൂടി പറ്റണ്ട. ആദ്യം ഏതെങ്കിലും ഒന്ന് പഠിക്കാം. ആദ്യം ഏതാ പഠിക്കാൻ പോണത്? മതി ഉള്ളതൊക്കെ കണ്ടു പഠിച്ചാൽ മതി. ഇനി നമുക്ക് മുദ്രകളൊക്കെ അങ്ങോട്ട് പഠിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നമുക്ക് കണ്ണങ്ങോട്ട് കറക്കി പഠിക്കാം. കണ്ണെല്ലാവരും ഒന്ന് കറക്കിക്കേ. കഥകളിൽ മെയിനായിട്ട് വേണ്ട കണ്ണ് കറക്കുക എന്നുള്ള. കണ്ണ് കറക്ക്. ഹായ്. ഇവിടെ കണ്ണ് കറക്കാൻ പറയുമ്പോ എന്താ കണ്ണ് പുറത്തേക്ക് തള്ളി കാണിക്കണത്? ഞാൻ തള്ളിയതല്ല, പിന്നെ കണ്ണ് വിശന്നിട്ട് താനെ പുറത്തേക്ക് തള്ളിയതാ. അത് ശരി. ഇവിടെ എന്താ ഈ കാണിക്കുന്നത്? കണ്ണ് തള്ളാൻ പറയുമ്പോ ഒരാൾ ഇതേ പുറത്തേക്ക് വയറ് തള്ളി പിടിച്ചു. വയറല്ല, കണ്ണ് കറക്കാനാ പറഞ്ഞത്. ഞാൻ മനഃപൂർവ്വം വയറ് തള്ളി പിടിച്ചതല്ല. പിന്നെ ഇവിടെ വിശന്ന് നിന്നിട്ടേ ഗ്യാസ് കയറിയതാണ്. ഗ്യാസ്. ഇനി ഒരു പണി മീശ കണ്ണങ്ങോട്ട് കറക്കി കാണിക്കാം. കണ്ണ് കറക്കുക. ഇങ്ങനെയാണോ കണ്ണ് കറക്കണത്? എല്ലാവരും ശ്രദ്ധിക്കുക. കഥകളിൽ മെയിൻ ആയിട്ട് വേണ്ടത് കണ്ണ് കറക്കുക എന്നുള്ള. നോക്കുക, എന്റെ മുഖത്തേക്ക് നോക്കുക. ഭാവങ്ങളോ കണ്ടോ? കണ്ണ് കറങ്ങണത്. ഈ കണ്ണ് തലയിലല്ല ഇരിക്കണത് കേട്ടാ.
ഇനി അടുത്തത് നമുക്ക് അടുത്ത മുദ്ര അങ്ങോട്ട് പഠിക്കാം. രൗദ്രം. എല്ലാവരും ശ്രദ്ധിക്കുക, രൗദ്രം. ഹായ്, എന്താ കരയുന്നേ? പറ്റുമെന്ന് തോന്നണില്ല. എല്ലാം പറ്റും പഠിപ്പിക്കാട്ടോ. ധൈര്യമായിട്ടിരുന്നുള്ളൂ. രൗദ്രം അങ്ങോട്ട് പഠിക്കാം. മീശ അത് രൗദ്രം കാണിക്കാം. അങ്ങോട്ട് കോപം വരട്ടെ. ഗോപനെയൊക്കെ വിളിച്ചോണ്ട് വല്ല കോപം അല്ല, ദേഷ്യം മുഖത്ത് തരട്ടെ. അങ്ങോട്ട് എനിക്കത് മരുവൊന്നുമില്ല. പച്ച വെള്ളം ഞാൻ തരില്ല കേട്ടോ. അത് പോക്കൃതരം പറഞ്ഞാണ്ടല്ല. ഇത് മതി, ഇത് വന്നാ മതി. ഇത് മതിയാ? ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. ആ, മതി. ഓക്കെ. ഇനി എല്ലാവരും അങ്ങോട്ട് നോക്കിയിരിക്കുക. ഇനി നമുക്ക് അടുത്ത മുദ്ര പഠിക്കാം. ബീഭത്സം. എന്താ ഇതൊന്നും കഴിയുമെന്ന് തോന്നണില്ല. ഒരു 10 പറ ചോറ് വെച്ച് തിന്നാമോ? പറ്റും. എന്താ സന്തോഷം. ചോറിന് പറയാ നിങ്ങിക്ക. ബീഭത്സം. എല്ലാവരും ശ്രദ്ധിക്കുക. കുട്ടി ബീഭത്സം ഒന്ന് കാണിക്കുക. കൊഞ്ഞനം കുത്തി കാണിക്കുന്നു. ബീഭത്സം എന്ന് പറയുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്കുക. ഇവിടെ കാണിക്കുക. പോട്ടെ, ബീഭത്സം പോട്ടെ. ഇങ്ങോട്ട് പോന്നോട്ടെ. ബീഭത്സം നന്നായിട്ടുണ്ട് കേട്ടോ. ബീഭത്സം നന്നായിട്ടുണ്ട്. ബീവത്സം കാണിച്ചതല്ല ഞാനത്. എനിക്ക് തുമ്മാൻ വന്നല്ലേ. ഇനി നമുക്ക് ഓരോരോ സ്റ്റെപ്പുകൾ താളബോധത്തോടു കൂടി അങ്ങോട്ട് ചെയ്യാം. കഥകളിയിൽ മെയിനായിട്ട് വേണ്ടെന്താ താളബോധവും ഇങ്ങനെ കാലിന്റെ അംഗവിക്ഷേപങ്ങളാ. അപ്പൊ അങ്ങോട്ട് തുടങ്ങാം. മുദ്ര ഫസ്റ്റ് കാലിന്റെ താളം വെക്കുക. എന്താ അത് കരയണെന്താ? ആണി അങ്ങോട്ട് പറത്തിക്കളാ. അതല്ല പറഞ്ഞു എന്റെ കാലേലാണി. ആണി രോഗം ഉണ്ടെങ്കിൽ പറയണ്ടേ, പതിയെ ചവിട്ടിയാ മതി. ഇനി അടുത്ത ആളാ കാലിന്റെ സ്റ്റെപ്പ് അങ്ങോട്ട് കാണിക്കുക. ഇങ്ങോട്ട് കാണിക്കുക. എന്താ ഇത്? ഇവിടെ സ്റ്റെപ്പ് കാണിച്ചു. ഇവിടെ കരയണെന്തിനാ? അനങ്ങാതെ അവിടെ നിന്നോട്ടോ. ഇനി ഇവിടെ കാണിക്കുക. ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് കാണിക്കുക. ഇത് പാവല്ല, ഇത് ചുഴലിയാണ്. അനങ്ങാതെ അവിടെ നിന്നാ മതി. ഇവിടെ അങ്ങോട്ട് കാണിക്കുക. ഒരു അപേക്ഷയുണ്ട്. കെട്ടിടം പഴയതാണ്. തലയെ കുത്തി ചാഴയ്ക്ക് ഇടും. പതിയെ ചവിട്ടുക. ഇനി ഏത് ഭാവം കാണിക്കാൻ വേണമെന്ന് കാണിക്കാം. ഇതെന്ത് ഭാവാ ഇത്? ഇത് പാവല്ല, പാകാവള്ള. എന്ത് മുറുക്ക പിടിച്ച താഴെ പോരും കേട്ടാ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് തുടങ്ങാം. പിടിച്ചോ എല്ലാവരും. എന്തായാലും കൃത്യസമയത്ത് തന്നെ നമ്മൾ എത്തി. ആശാനും ശിഷ്യന്മാരും എല്ലാവരും ഉണ്ട്. വരിക വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ നിന്നല്ലേ? അതെ. ഇവരുടെ ക്ഷേത്രത്തിലാ നമുക്ക് കഥകളി. പരിപാടി ബുക്ക് ചെയ്തിരിക്കണ ഇവരാ. എന്തായാലും വന്ന കാലിൽ അങ്ങോട്ട് കുന്തം മെഴുകി നിൽക്കുക. അച്ഛൻ തിരുമേനി ആ കരിക്കുമ്പെള്ളം അങ്ങോട്ട് കൊണ്ടുവരാ. കരിക്കുമ്പെള്ളം കുടിക്കുക. മാറി കിട്ടും. ഒപ്പം തന്നെ അങ്ങോട്ട് പോയേക്കാം. കൊടുക്കുക അച്ഛൻ തിരുമേനി. വന്ന കാലിൽ നിൽക്കാതെ വെള്ളം കുടിക്കാം. നമ്മുടെ കഥകളി ബുക്ക് ചെയ്തിരിക്കുന്ന ഇവരാ. ഈ ചുംബന്മാരോ? അച്ഛൻ നന്നായിട്ട് കളിക്കും. അസലായിട്ട് കളിക്കും. ഇക്കൂട്ടത്തിലൊക്കെ എല്ലാവരൊക്കെ ഭംഗിയായിട്ട് കളിക്കും. കഥകളിയാണോ? അല്ല, പന്നിമരത്തെ. എന്താ വേണ്ട അവരവിടെ നിന്നോട്ടെ അച്ഛാ. മുദ്രകളൊക്കെ ഈ ചുംബന്മാര് പഠിക്കണുണ്ടോ? ഒരുവിധം അതൊക്കെയല്ലേ സാധനങ്ങള്. കൃത്യമായിട്ട് മുദ്രകൾ അങ്ങോട്ട് പഠിക്കുക. ഞാൻ ആണെങ്കിലും എന്ത് പിണ്ണാക്കാണെങ്കിലും എനിക്കെന്തോ. അച്ഛൻ നന്നായിട്ട് വേഷം കെട്ടിട്ടുണ്ടല്ലോ. അത് വേഷം കെട്ടിയേക്കണതല്ല. കഴിഞ്ഞ ദിവസം കുനിഞ്ഞു നിന്ന് പശുവിനെ കെട്ടിയതാ. പശു തിരിഞ്ഞു വന്നൊരു ഒറ്റയടി ഇടിച്ചതാ. നീര് വന്നതാ. ആശാനെ, ഈ കൂട്ടത്തിൽ ആരാ കേമൻ? ഈ ശിഷ്യന്മാരിൽ ആരും കേമന്മാരില്ല. ഒക്കെ പഠിക്കാൻ വന്നിരിക്കല്ലേ. കഥകളിക്ക് കേമൻ എന്റെ മോൻ തന്നെയാ. ഇനിയിപ്പൊ എന്റെ കാലശേഷം ഈ കഥകളി അങ്ങോട്ട് പ്രചാരത്തിൽ എത്തിക്കാൻ എന്റെ മോനെ പറ്റുള്ളൂ. എന്റെ ഉണ്ണിക്കുട്ടാൻ കണ്ടോ? കാണണം. എന്താ തലയെടുപ്പ്, എന്താ ഭാവപ്രകാരച്ച വിളിച്ച ഉണ്ണിയേ, അച്ഛന്റെ ഉണ്ണിയേ ഇങ്ങോട്ട് വരിക. അച്ഛന്റെ പാലുണ്ണി ഇങ്ങോട്ട് വരിക. അച്ഛന്റെ പാലുണ്ണിയെ കാണാ. കണ്ടോ അച്ഛന്റെ പാലുണ്ണിയേ. ടിങ്കർ മോനെ, എന്താ സ്നേഹങ്ങള്. ഇതാണോ പാലുണ്ണി? ഇതാണ് എന്റെ പാലുണ്ണി. ഇത് ടാറുണ്ണിയാണ്. കളിയാക്കാതിരിക്ക ഉണ്ണിയെ, കളിയാക്കാതിരിക്ക. കൊട്ടേഷൻ ടീമോ? കൊട്ടേഷൻ അല്ല, സ്ഥലത്തെ കഥകളി പിടിക്കാൻ വന്നിരിക്കുക. ഉണ്ണിയെ ഇങ്ങോട്ട് നോക്കുക. ഇന്ന് അച്ഛന് വൈകുന്നേരം കഥകളി ഉണ്ടല്ലോ. അച്ഛനെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന കമ്മറ്റിക്കാരാ. നെട്ടിന്റെ പണി കിട്ടുമല്ലോ. ഉണ്ണിയെ അച്ഛന് പണി കിട്ടിയല്ലോ എന്ന് പറഞ്ഞതാ. അങ്ങനെ അച്ഛൻ തിരുമേനിയുടെ കഴിവുകളൊക്കെ മകൻ കിട്ടിയിട്ടുണ്ടോ? എന്തൊരു ചോദ്യത്. എന്റെ കഴിവൊന്നല്ല പറയാ, എന്നേലും മുതിർന്ന കഴിവാ എന്റെ ഉണ്ണിക്ക് കിട്ടിയിരിക്കുന്നത്. എന്താ ഭാവങ്ങള്, എന്താ മുദ്രകള്. ഉണ്ണിയെ ഒരു മുദ്ര അങ്ങോട്ട് വെച്ച് കാച്ച കാണുക. അങ്ങോട്ട് കാണുക. കണ്ടാ തടിയാ നോക്ക. കണ്ട ഉണ്ണിയെ എന്താ ഇത്? നടുവിനൊരു അസ്വസ്ഥത ഉണ്ടല്ലോ. വരുന്ന സമയത്ത് ശശാങ്കനെ ഒന്ന് കണ്ടു. ശശാങ്കനെ ഇവിടെ പലിശക്കാരൻ. അച്ഛൻ 10,000 രൂപ പലിശ എടുത്തില്ലേ? എടുത്തോ. ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ? അങ്ങനെ ഒരു 8ന്റെ പണി കൊടുത്തു. 10,000 പണി തിരിച്ച് അവൻ എനിക്ക് തന്നു. എന്താ പന്ന വഴിക്ക് അവനെ കണ്ടു. അവനെടുത്ത് പൈസ ചോദിച്ചു. എന്നിട്ട് ഞാൻ മുദ്രയിലൂടെ പറഞ്ഞു പൈസ ഇന്നില്ല പിന്നെ തരാന്ന്. എന്റെ ഉണ്ണി മുദ്രയിലൂടെ പൈസ ഇല്ലാന്ന് കാണിച്ചു. അത്രേ നമുക്ക് എന്ത് മുദ്രയാണല്ലോ. ഒന്ന് കാണിക്കുക. എന്ത് മുദ്രയാ കാണിച്ചത്? പൈസ ഇല്ലാന്ന്. പൈസ ഇല്ല ഹേ, പൈസ ഇല്ല. കേട്ടോ, പൈസ ഇല്ല ഹേ എന്നുള്ള മുദ്ര അച്ഛന് മനസ്സിലായി. പക്ഷെ അവന് തിരിച്ചു മനസ്സിലായി. എന്താ പൈസ തരൂല, വടിവാളോണ്ട് വെട്ടൂന്ന്. എങ്ങനെ? അവന്
അയ്യോ അതാണോ എന്റെ ഉണ്ണിക്ക് ഒരു കുണ്ടിതം? കുണ്ടിക്കല്ലേ ചതവ് കിട്ടിയത്. എന്താ ഉണ്ണിയത്? പൂണൂലിന് ഒരു ചാക്കുന്നൂലോ? പൂണൂല് എവിടെ? പൂണൂര് പൊട്ടിച്ചിട്ടല്ലേ പെങ്ങളുടെ മോക്ക് അമ്പും ബില്ലും ഉണ്ടാക്കാൻ കൊടുത്തത്. ശ്ശോ, ഇതിപ്പോ അമ്മ മുളകിന് പോലെങ്കിൽ ഇതും ഉണ്ടാവില്ല. ആയ് ശിവ ശിവ. തിരുമേനി ഈ പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് ഈ മത്സ്യമാംസാദികളൊക്കെ കഴിക്കോ? ഹായ്, എന്താ ഈ പറയാ മത്സ്യമാംസാദികളോ? മത്സ്യമാംസാദികൾ കേട്ടാറില്ല, കഴിക്കാറില്ല, കണ്ടിട്ട് പോലും ഇല്ല. അച്ഛൻസേ, എന്താ ഈ മത്സ്യം? കേട്ടിട്ടില്ലേ? ഇല്ല. ഇങ്ങനെ രണ്ട് ചിറകാതി കണ്ണാതി വാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മത്സ്യം. ആയ്, കണ്ടോ എന്റെ ഉണ്ണിക്ക് ദേഷ്യായി, എന്റെ ഉണ്ണിക്ക് ദേഷ്യായി. അല്ല അപ്പോ നമ്മുടെ ഉണ്ണിക്ക് സംഗീതത്തിലൊക്കെ നല്ല പ്രാവീണ്യം ഉണ്ടോ? ഹൈ, സംഗീതത്തിന്റെ കാര്യത്തിൽ ഉണ്ണി എങ്ങനെയാണോ? ഉണ്ണിയുടെ പാട്ട് കേട്ടിട്ട് യേശുദാസ് വരെ പ്രാഗിയിട്ടുണ്ട്. അത്രയ്ക്ക് എവരാണല്ലേ? ഉണ്ണേ, അതെ കണ്ടോ സാധകം ചെയ്യണ കണ്ടോ? ആ ഉണ്ണിയെ രണ്ട് സംഗീതം അങ്ങോട്ട് വെച്ച അലക്കുക. ആ തുടങ്ങുക. ആ. ദേവൂടാ ദേവൂടാ എരിമല ദേവൂടാ മണ്ടട്ടും ഇണ്ടട്ടും മിണ്ടട്ടും കൈകൊട്ടി തിന്ന പിന്നട്ട റിപ്പീറ്റ്. അച്ഛൻ പറഞ്ഞ പ്രശ്നമില്ല. ഉണ്ണേ അടങ്ങ 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 അടങ്ങ. ആശാനെ ഈ കഥകളിയുടെ പ്രസക്ത ഭാഗം ഒന്ന് കാണാൻ പറ്റുമോ? ഐ ഉണ്ണിയെ നമ്മുടെ ഒരു ഭാഗം അങ്ങോട്ട് അവതരിപ്പിച്ച് കാണിക്കാം. ശിഷ്യന്മാരും കമ്മിറ്റിക്കാരൊക്കെ ഒന്ന് അങ്ങോട്ട് കാണട്ടെ. ആ തുടങ്ങുക. മറ്റത് പറിച്ചാലോ? ഏത്? മറ്റേ നപ്പുസാനം കീച്ചങ്ങട്. കീച്ചല്ലേ? ആ കീച്ച്. ഷടേന്നോട്ടെ, ഷടേന്നോട്ടെ. ഷടേന്നായിക്കോട്ടെ, ഷടേന്നായിക്കോട്ടെ. കാപ്പി ചായ. ഉണ്ണിയേ അടങ്ങുക അടങ്ങുക. ഐ മതി മതി മതി, വൈകിട്ട് കഥകളിയുള്ള. ഉണ്ണി പോയി അങ്ങോട്ട് വിശ്രമിക്കുക. വിശ്രമിക്കേ. തോട്ടില് വെള്ളം മതിയാക്കണം. ഞാൻ പിലോപ്പി ഉണ്ടോ നോക്കിട്ട് വരാം. ഹായ് എന്തുട്ടേ പറഞ്ഞേ? ഈ ഇല്ലത്തെ മത്സ്യമസാലൊന്നും കേട്ടില്ല ഒന്നും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ? ശിവ ശിവ കേറ്റില്ല കേറ്റില്ല. പിടിക്കും വെക്കും വറക്കും കളയും. പിടിക്കും വെക്കും വറക്കും കളയും. പിടിക്കും വെക്കും വറക്കും കളയും. അതെ. പിടിക്കും വെക്കും വറക്കും കളയും. ഉണ്ണിയെ പോയി ചൂണ്ടിട്ടോളുക. അല്ല വിശ്രമിച്ചോളുക. ആശാനെ ഈ കഥകളിക്കാരി മൂക്കത്തിൽ ഉണ്ട പോലെ സാധനം വെക്കൂല? വെക്കും. അതെന്തിനാ വെക്കണ? അതുണ്ട് അല്ല കൊഴുക്കട്ട. കൊഴുക്കട്ടെ. ആ കൊഴുക്കട്ട. ഈ കഥകളിക്കാർ തുടങ്ങി 8 മണിക്ക് തുടങ്ങി നേരം വെളുത്ത് 9 മണി വരെയൊക്കെയാണല്ലോ കഥകളി. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളമോ പച്ച വെള്ളം പോലും കുടിക്കാൻ കിട്ടില്ല. അപ്പൊ ഭക്ഷണം നമ്മുടെ മുമ്പിലുണ്ട് എന്നൊരു തോന്നല്, അതായത് കൊഴുക്കട്ട ഇരിക്കല്ലേ, അപ്പൊ ഒരു ആക്രാന്തം ഒരു വെപ്രാളമൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂക്കത്ത് ഉണ്ട വെച്ചേക്കണത്. നേരം വെളുത്ത് പല്ലി വെച്ച് കഴിഞ്ഞാൽ ഈ കൊഴുക്കട്ട തിന്നാം, ഒരു ഗ്ലാസ് ചായ കുടിച്ച്. ആശാനെ സംസാരിച്ചെന്ന് സമയം പോയി. അപ്പൊ നമുക്ക് അങ്ങടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങാം. നമുക്ക് അതെ അതെ കഥകളി അങ്ങോട്ട് തുടങ്ങാം. ഞാനും പറഞ്ഞ പോലെ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ മേക്കപ്പാണ് വേണ്ടത്. കഥകളി എങ്ങനെയെങ്കിലും കളിക്കാം, പക്ഷെ മേക്കപ്പ് ഒരു 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മേക്കപ്പാ. അത് കഴിഞ്ഞാൽ കറക്റ്റാ. അപ്പൊ ഇനി നമുക്ക് മേക്കപ്പ് അങ്ങോട്ട് തുടങ്ങാം. എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു ഇണ വെട്ടാതെ നമുക്ക് ഇമ കണ്ണ് ചിമ്മാൻ പാടില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട് ഇത് വരയ്ക്കാൻ. വരതാ എന്താ അങ്ങനെ കണ്ണും വീഴ്ച കിടക്കണത്? ഉറങ്ങിക്കോളൂ. 8 മണിക്കൂറിൽ എപ്പോഴും ഉറങ്ങാൻ കിട്ടുള്ളൂ. നോക്ക് കണ്ടോ, ഇപ്പൊ നമ്മൾ പച്ച ഏതാണ്ട് ആയിട്ടുണ്ട്. പച്ച കണ്ടോ, പച്ച മഞ്ഞ പച്ച കറുപ്പ് ചുവപ്പ് കണ്ടോ. പച്ച വേഷങ്ങളൊക്കെ എങ്ങനെയാ അത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കണ്ണ് തെറ്റാൻ പാടില്ല. 8 മണിക്കൂർ നമ്മുടെ മേക്കപ്പ്. എന്തോ ഉറക്കരുത് എല്ലാവരും. ഇങ്ങോട്ട് നോക്ക, എല്ലാവരും എഴുന്നേക്ക. 7 മണിക്കൂർ നോക്കിയിരുന്നില്ലേ, ഇനി 1 മണിക്കൂറല്ലേ ബാക്കിയുള്ളൂ. ശ്രദ്ധിച്ചിരിക്കാം, നോക്ക. അങ്ങനെ 8 മണിക്കൂർ മാറ്റുണ്ട്. 8 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. പോത്തുകളൊക്കെ ഉറങ്ങാൻ എഴുന്നേക്ക, എഴുന്നേക്ക, എല്ലാവരും എഴുന്നേക്ക, എഴുന്നേക്ക. ഇവിടെ നോക്കുക, അതേ കണ്ടോ. അങ്ങനെ നമ്മൾ 8 മണിക്കൂർ നേരത്തെ ചുട്ടികൂത്തങ്ങോട്ട് കഴിഞ്ഞു. ഇനി അവസാനത്തെ ഇതോടെ അങ്ങ് മൂക്കിൽ പിടിപ്പിച്ച നമ്മുടെ പണി അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാവരും പിന്നെ ശ്രദ്ധിക്കുക, ഇത് മൂക്കിൽ പിടിപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് പിടിപ്പിക്കാൻ. അപ്പൊ നല്ലൊരു പശക്കൂട്ട് ഇതിൽ ചേർത്താൽ മാത്രമേ ഇത് പിടിച്ചിരിക്കുള്ളൂ. എല്ലാവരും കണ്ണടച്ചങ്ങോട്ട് പ്രാർത്ഥിക്കുക. ഈ പശക്കൂട്ട് പ്രത്യേകത, എല്ലാവരും മുറുകിയിരിക്കാനായിട്ട് അങ്ങ് പ്രാർത്ഥിക്കുക. ആ കണ്ണടച്ചോ. ഇനി എല്ലാവരും കണ്ണോർക്കുക. കണ്ടോ, നമ്മുടെ 8 മണിക്കൂർ നേരത്തെ ചുട്ടിയൂത്ത് കഴിഞ്ഞു. ഞാൻ ഗംഭീരമായിട്ട് ചെയ്തിരിക്കണു. ഇനി എല്ലാവരും ഇതൊന്ന് കാണുക. അത്ര മനോഹരമായിട്ടാ ചെയ്തേക്കണേ. വരുതാ, ഇവിടെ എഴുന്നേക്ക, ഇവിടെ എഴുന്നേക്ക. വരുതാ,
എല്ലാവരും ഒന്ന് കാണട്ടെ എന്റെ ആ അസല് വിദ്യ മുഖത്ത് കണ്ടേക്കുന്നത്. എഴുന്നേക്ക, എല്ലാവരും ഒന്ന് കാണട്ടെ. എഴുന്നേക്ക, എഴുന്നേക്ക, അങ്ങനെ. ആ, ഇനി അങ്ങട് ആവാതിരിക്ക. അപ്പൊ തുടങ്ങാം. എന്റെ 8 മണിക്കൂർ